ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെരിറ്റോ വൈബാണ്. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഗ്രില്ലുകളാണ്. അതിൻ്റെ അവസാനത്തിൽ ഹെഡ്ലൈറ്റുകൾ കാണുന്നു. മനോഹരമായി ഡിസൈൻ ചെയ്ത ഹെഡ്ലൈറ്റുകളാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഈ വാഹനം ഒരു കോമ്പാക്റ്റ് സെഡാൻ വിഭാഗത്തിലേക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മഹീന്ദ്ര 14 ഇഞ്ച് വീലുകളാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് D2 വേരിയൻ്റ് ആയതുകൊണ്ട് അലോയ് വീലുകൾ നൽകി. നമ്മൾ വെരിറ്റോ വൈബിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ഡിസൈനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ആണെങ്കിലും പിന്നെയുള്ള മൊത്തത്തിലുള്ള ഡിസൈൻ വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കാം. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് കീലെസ് എൻട്രി ഒന്നും നൽകിയിട്ടില്ല. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് പവർ വിൻഡോസ് നൽകിയിട്ടില്ല. ഫുൾ ഓപ്ഷൻ മോഡലുകളിലൊക്കെ പവർ വിൻഡോസ് അവൈലബിൾ ആണ്. പിന്നെ സ്പീക്കറിന് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പവർ വിൻഡോസും വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള മീറ്റർ കൺസോളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഇന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഭാഗത്തായിട്ട് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് നൽകിയിരിക്കുന്നു.
റൗണ്ട് ഷേപ്പിലുള്ള AC വെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ABS EBD ബ്രേക്കിംഗ് സംവിധാനമാണ് ഈ വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനക്ഷമതയുള്ള ബ്രേക്കിംഗ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്ക് വളരെ അനുയോജ്യമായ സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല ദൂരം യാത്ര ചെയ്താലും അധികം ക്ഷീണം തോന്നാത്ത രീതിയിൽ അതിനെ കമ്പനി ഒരുക്കിയിരിക്കുന്നു. വെരിറ്റോ വൈബിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 1461 cc എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. 65 bhp 4000 rpmലും 160 Nm ടോർക്ക് 2000 rpmൽ ലഭിക്കുന്നുണ്ട്. 4 സിലിണ്ടർ DCI എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഈ എഞ്ചിൻ വളരെ സ്മൂത്താണ്, വളരെ സൈലൻറ്റും സ്മൂത്തും ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഒരു 120 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കുതിപ്പ്, ആ പവർ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് അത്രയ്ക്ക് കുതിപ്പ് ലഭിച്ചില്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കയറി പോകും വാഹനം. കിലോമീറ്റർ കൂടുതൽ മൈലേജ് സാധാരണ ഉപയോഗത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് ഈ വാഹനത്തിൽ. ഹൈവേകളിലും മറ്റും അതിൽ കൂടുതലും പ്രതീക്ഷിക്കാവുന്നതാണ്. 5.2 ആണ് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള വഴികളിലൂടെയും ചെറിയ റോഡുകളിലൂടെയൊക്കെ സുഖമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നു. ഈ വാഹനത്തിൻ്റെ പ്രത്യേകം പറയേണ്ട ഒന്ന്, പിന്നിലെ 3 ഹെഡ് റെസ്റ്റുകളാണ്. സാധാരണ വാഹനങ്ങളിൽ 2 ഹെഡ് റെസ്റ്റുകളെ നൽകിയിട്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ വാഹനത്തിൽ 3 ഹെഡ് റെസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ സ്പേസിൻ്റെ കാര്യം പിന്നിലാണെങ്കിലും മുമ്പിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. സുഖമായിട്ട് ഇരിക്കാം. 3 പേർക്ക് പിന്നിൽ സുഖമായി യാത്ര ചെയ്യാം. 4 പേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വാഹനം എത്ര ലോങ് യാത്ര ചെയ്താലും നമുക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ല എന്നതും ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ആവശ്യത്തിന് സാധനങ്ങളെല്ലാം കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബോട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ സെഡാൻ്റെ ഡിക്കി തുറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിക്കി തുറക്കുന്ന സംവിധാനം വന്നിരിക്കുന്നത്. അല്ലാതെ ഹാച്ച് ബാക്കിൻ്റെ ഡിക്കി തുറക്കുന്ന രീതിയിലല്ല ഇത് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വാഹനം പറയുകയാണെങ്കിൽ വളരെ മികച്ച യാത്രാസുഖമുള്ള, നല്ല മൈലേജുള്ള, നല്ല പവറുള്ള ഒരു വാഹനമാണ് വെരിറ്റോ വൈബ്.